SNDP യോഗത്തിൻ്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നുള്ളൂ എന്നത് സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ SNDP യോഗത്തിൻ്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതാണ്. സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കർമ്മനിരതമായ നേതൃത്വം യോഗത്തിന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ട ധൈര്യവും ആർജവും അംഗങ്ങൾക്ക് പകർന്നു കൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയുടെ. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ആ നേതൃത്വത്തിൽ യോഗം വളർന്നു, ട്രസ്റ്റ് വളർന്നു. ആ വളർച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സിദ്ധി അളക്കാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനപരവും നേതൃത്വപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. അത് കേവലം സാമുദായിക നവീകരണത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആരും സമ്മതിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശത്രുക്കളായി കാണുകയും ആ ശത്രുത വളർത്തുന്നതിനു വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ്. ആ ഒരു രാജ്യത്ത് വേറിട്ടൊരു നാട് നിൽക്കുന്നു. അതാണ് നമ്മുടെ കേരളം. അതിനിടയാക്കിയത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഈ നാടിനെ മാറ്റണമെന്ന ഗുരുവിൻ്റെ ആഹ്വാനം നാടാകെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്.